CPM വളരെ അങ്കലാപ്പിലാണ് ഭരണം മാറിയതോടെ. എല്ലാ മേഖലകളിലും ഇവർക്കെതിരെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ്, പാർലമെന്റ് തെരഞ്ഞെടുപ്പ്, അസംബ്ലി തെരഞ്ഞെടുപ്പ് എല്ലാത്തിലും പോയി. മാത്രമല്ല എല്ലാ വകുപ്പുകളിലും ഡിപ്പാർട്ട്മെൻറ്റിലും ഇവർ നടത്തിയ അഴിമതി ക്രമക്കേട് എല്ലാം ഒന്നിനു പുറകെ ഒന്നായിട്ട് വരുന്നു. ഇതിനൊക്കെ കാരണക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വരുന്നു. അപ്പോൾ ഇവർ ഏറ്റവും കൂടുതൽ ഭയക്കുന്ന ഒരു സ്ഥലമുണ്ട്, സഹകരണ വകുപ്പിൽ സഹകരണ സംഘങ്ങൾ. നമ്മളൊക്കെ ബാങ്ക് എന്ന് പറയും, പക്ഷേ RBI കൂടെ പറയുന്നുണ്ട് ഇത് സഹകരണ ബാങ്ക് എന്ന് പറയരുതെന്ന് പറയും. ബാങ്കുകളാ കേരള ബാങ്ക് എന്ന് പേരിട്ടത് പോലും പിന്നീട് പ്രശ്നമായിട്ടുണ്ട്. അതെ, അങ്ങനെ സഹകരണ മേഖല ശരിക്കും പറഞ്ഞാൽ ഇതിനെ വളർത്തിയെടുത്ത കോൺഗ്രസ്സാണ്. പക്ഷേ അതിൻ്റെ ഫലം അനുഭവിക്കാത്തത് CPM ആണ്. കാരണം ഇവർ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ഈ സഹകരണ പ്രസ്ഥാനത്തിന് കേരളത്തിലെ ഇടതുപക്ഷ പാർട്ടികൾ അല്പം സംശയത്തോടുകൂടി നോക്കിയിരുന്നു എന്നാണ് പറഞ്ഞത്. പിന്നീട് അവർക്ക് മനസ്സിൽ ചാകരയാണെന്ന് അവർക്ക് മനസ്സിലായപ്പോഴത്തേക്കും കൂട്ടത്തോട് ചാടി വീഴുകയും എല്ലാ സഹകരണ സംഘങ്ങളും ഇവർ പിടിച്ചെടുക്കുകയും ചെയ്തു. കേരളത്തിൽ UDF ഭരിക്കുന്ന സമയത്താണെങ്കിൽ പോലും കേരളത്തിലെ ഭൂരിപക്ഷ സഹകരണ സംഘങ്ങളും LDFിൻ്റെ കയ്യിലായിരിക്കും. കാരണം ഇവരുടെ കുടുംബങ്ങളിൽ 18 വയസ്സായ പിള്ളേരെല്ലാം അന്ന് തന്നെ കൊണ്ടുപോയി മെമ്പർഷിപ്പ് എടുക്കും. കോൺഗ്രസ്സുകാർ അതിനും തയ്യാറാവില്ല. ഇവരുടെ ഈ സഖാക്കന്മാരുടെ ഭാര്യമാര്, ജോലി സഹോദരന്മാർ, അങ്ങനെയുള്ളവർക്ക് ജോലി കൊടുക്കും. ഈ കണ്ണൂരിലെ ഭൂരിപക്ഷ നേതാക്കന്മാരുടെ ഭാര്യമാർക്ക് എന്താണ് ജോലി അന്വേഷിച്ചത്? എല്ലാ സഹകരണ ബാങ്കിലാണ്. അല്ല, ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ സഹകരണ ബാങ്ക് കൊള്ള നടന്ന ജില്ലയാണ് പത്തനംതിട്ട. അതിനകത്ത് മൊത്തം ബാങ്കുകളെക്കുറിച്ചും റിപ്പോർട്ട് എഴുതുകയും ഈ കൊള്ള വെളിയിൽ കൊണ്ടുവന്ന് ഒരു പ്രധാന പങ്ക് വെച്ച ആളാണ് ഞാൻ. അതായത് അവിടെ നടന്ന ഏറ്റവും വലിയ ബാങ്ക് കൊള്ള നടന്നത് മൈലപ്ര സർവീസ്. ഈ മൈലപ്ര സർവീസ് സഹകരണ ബാങ്കിൽ നടന്ന കൊള്ള പുറത്തു കൊണ്ടുവന്നത് ഞാനാണ്. കാരണം ഇവരിത് പൂഴ്ത്തി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ പല മാധ്യമങ്ങളെയും അവിടുത്തെ പല ആൾക്കാർ സമീപിച്ചെങ്കിലും ആരും ചെയ്യാൻ തയ്യാറില്ല. ഒടുവിൽ ഞാനാണ് ഇത് പോയിട്ട് ഏറ്റെടുത്ത് ഇത് പുറകെ കൊണ്ടുവന്ന് അവസാനമാണ് തുടരെ അറസ്റ്റും ഉണ്ടാകുന്ന. ഇപ്പോഴും ആ ബാങ്കിൻ്റെ പ്രവർത്തനം വളരെ അനിശ്ചിത അവസ്ഥയിലാണ്. അതായത് ആ പത്തനംതിട്ടയിലുണ്ടായിരുന്ന മുഴുവൻ ബാങ്കും CPM കൊള്ളയടിച്ചു എന്ന് തന്നെ പറയണം. കാരണം ഇപ്പോൾ ജനീഷ് കുമാർ ജോലി ചെയ്തുകൊണ്ടിരുന്ന ബാങ്കുണ്ട്, ഇപ്പോഴത്തെ MLA ജനീഷ് കുമാർ, അയാൾ ചിറ്റാർ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു ബാങ്ക് സീതത്തോട്. അപ്പോൾ അദ്ദേഹം മാറിയ ഒഴിവിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ, എന്നിട്ട് ഇവർക്ക് അനധികൃതമായി പ്രൊമോഷൻ കൊടുക്കാൻ ശ്രമിക്കും. പിന്നെ ആ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരുടെയും പേരിൽ ഇവരങ്ങ് ലോൺ എടുത്തു, അവരറിഞ്ഞിട്ടില്ല. വരുമ്പോഴാണ് അവർ പിന്നെ വേറെ കാര്യങ്ങൾ, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിരിക്കുന്ന പൈസ ഉണ്ടല്ലോ, ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിരിക്കുന്ന പൈസയിൽ നിന്ന് ഇവന്മാരങ്ങ് ലോൺ എടുക്കും. ഇപ്പോൾ ചേട്ടൻ ഇപ്പോൾ ഒരു 50 ലക്ഷം രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടെന്ന് വെച്ചേക്കുക, അവരുടെ ഒരു വ്യാജ ഒപ്പിട്ടിട്ട് ഒരു ലോൺ ഇവരങ്ങ് പാസ്സാക്കും. എന്നിട്ട് നമ്മളിതിങ്ങ് എടുക്കുക. ഈ 50 ലക്ഷം കിടക്കുന്നു എന്നുള്ളതുകൊണ്ട് നമ്മുടെ വിചാരം എന്താ, ഇപ്പൊ ചേട്ടന്റെ വിചാരം എന്താണ്, 50 ലക്ഷം രൂപ എൻ്റെ പേര് ആ ബാങ്കിൽ കിടപ്പുണ്ട്, കുഴപ്പമില്ലല്ലോ. പക്ഷേ അത് 40 ലക്ഷം രൂപയും ലോൺ എടുത്തുകൊണ്ട് പോയിരിക്കും. ആരാ ജീവനക്കാരും നേതാക്കന്മാരും. ഇത് അവിടെ മിക്ക ബാങ്കിലും നടന്നു. അവസാനം ഈ ജനീഷ് കുമാറിൻ്റെ അവിടുത്തെ ബാങ്കിലെ ആണെന്ന് തോന്നുന്നു, ഒരു മാനേജർ അവസാനം പറഞ്ഞു, എനിക്ക് വധഭീഷണിയുണ്ട്, എന്നെ കൊല്ലാൻ സാധ്യതയുണ്ട്, കാരണം ഞാൻ ഇവരുടെ കൂടെ ഇത്രയും നാൾ സഹകരിച്ചിരുന്ന എനിക്കിനി സഹകരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് വളരെ ഇതായിട്ട് പോകുന്നത്. ഇപ്പം ഏഷ്യയിലെ ഏറ്റവും വലിയ അർബൻ ബാങ്ക് എന്നൊക്കെ പറയാവുന്ന ഒരു ബാങ്കുണ്ട്, നമ്മുടെ തിരുവല്ല ഈസ്റ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. ഇത് വർഷങ്ങളായിട്ട് കോൺഗ്രസ്സുകാർ കൊള്ളയടിച്ചുകൊണ്ടിരുന്നതാണ്. ഇവർ കൊള്ളയടിച്ചുകൊണ്ടിരുന്ന സാധനം ഈ കഴിഞ്ഞ തവണ ഇവർ പല രീതിയിൽ CPM പിടിച്ചെടുത്തു. പിന്നെ അവരെ കൊള്ളയായി. ഇപ്പം അവർ കൊള്ളയടിക്കാൻ അതിനകത്തൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് അത് കൊള്ളയടിക്കാന്നുള്ള ഒരു വിധത്തിലാണ് ഇവർ കൊണ്ടുവന്നത്. അതിനകത്തൊന്നും ഇല്ല. ഏതായാലും ഇപ്പം ഗോവിന്ദൻ മാഷ് ഒരു കർശന നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്, ഈ സകല സഹകരണ ബാങ്കും നമ്മളിനി പിടിച്ചെടുക്കണം എന്നുള്ളതാണ്. സഹകരണ സംഘങ്ങൾ ബാങ്ക് എന്ന് പ്രയോഗിക്കും. ഈ സഹകരണ സംഘങ്ങൾ പിടിച്ചെടുക്കണമെന്ന് പറയുന്നതിന് കാരണമുണ്ട്. ഇല്ല, ഇവന്മാർ സഖാക്കൾ ഒരു 10 ഇതിനകത്തുള്ള 500-10,000 പേര് അകത്തു പോകും. അത് നമ്മുടെ തൃശ്ശൂരിലും അല്ലെങ്കിൽ ഇവിടെ കണ്ടലയിലും ഒക്കെ നടന്ന സംഭവങ്ങളുണ്ട്. കാരണം ഭരണം മാറിയാൽ ഈ കൊള്ള പുറത്തു വരും. കരുവന്നൂരും കണ്ടലയിലും യഥാർത്ഥം എന്താണ് സംഭവിച്ചതെന്നുള്ളത് പുറത്തു വരും. ഈ മാത്രമല്ല കുറേ കോൺഗ്രസ് ഭരിച്ചിരുന്ന സഹകരണ സംഘങ്ങൾ ഇതിനേക്കാളും വലിയ കൊള്ള നടന്നിട്ടുണ്ട്. എല്ലാം കൂടെ ചേർത്ത് ഇവർക്ക് ആ ഭയമായി തുടങ്ങി. BJPയുടെ എവിടെ നടന്നിട്ടില്ല, തിരുവനന്തപുരത്ത് നടന്നിട്ടില്ല. അപ്പോൾ അതായത് സഹകരണ മേഖല എന്ന് പറഞ്ഞാൽ ഒരു ചക്കരക്കുളമാണ്. ഇതിനകത്ത് കൈയിട്ട് നക്കാത്ത ഒറ്റ പാർട്ടിക്കാരുമില്ല. അതുകൊണ്ട് തന്നെ എനിക്കറിയാം പത്തനംതിട്ട ജില്ലയിൽ ഈ CPM ഭരിച്ച മൊത്തം സഹകരണ ബാങ്ക് സഖാക്കന്മാർ കൊള്ളയടിച്ചെങ്കിൽ പോലും കോൺഗ്രസ് ഒരു നല്ല സമരം നടത്തിയിട്ടില്ല. നമ്മൾ ഓരോ പത്രസമ്മേളനങ്ങൾക്ക് ഈ നേതാക്കൾ വരുമ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ ഞങ്ങൾ അത് തീരുമാനിച്ചിട്ടുണ്ട്, ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്താണ് ഇവർ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിനേക്കാൾ വലിയ കൊള്ള അത് BJP ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ. ഈ എന്തിനു പറയുന്നത്, കഴിഞ്ഞിടയ്ക്ക് നമ്മൾ ഇവിടുന്ന് ഒരു വാർത്ത കൊടുത്താൽ ഇവിടുത്തെ ഈ ഒരു ചെറിയൊരു സഹകരണ സംഘം, അതായത് ജില്ല ഈ സഹകരണ സംഘത്തിൽ നിന്ന് പിരിവെടുക്കാൻ പോകുന്ന ആൾക്കാരുടെ ഒരു സംഘമുണ്ട്. ആ സംഘത്തിൽ ഒരു മനുഷ്യൻ കൊണ്ട് 30 ലക്ഷം രൂപ ഇട്ടിട്ട് അത് പോയെന്നും പറഞ്ഞ് ഇവിടെ വന്ന് നമ്മൾ ഒരു വാർത്ത കൊടുത്തതാണ്. അതായത് ഈ ഡെയിലി കളക്ഷൻ ഏജൻസിയുടെ ഒരു ബാങ്ക്.
അപ്പോൾ അങ്ങനെ എല്ലായിടത്തും പരമാവധി കൊള്ളയാണ്. ഇപ്പോൾ CPM ഈ സഹകരണ ബാങ്കുകളുടെ ഭരണം പിടിക്കാൻ രണ്ടും കൽപ്പിച്ച് മുന്നിട്ടിറങ്ങിയതിന് പ്രധാന കാരണം മറ്റൊന്നുമല്ല, പിടിവീഴും. മാത്രമല്ല അവർക്ക് ED പേടിയുണ്ടെന്ന് പറയുന്നുണ്ട്. ED ഇനി അങ്ങോട്ടത്തേക്ക് എത്തുമോ? ഇപ്പം പിണറായി വിജയനെയും വീണ വിജയനെയൊക്കെ കഴിഞ്ഞിട്ട് ഇനി അടുത്ത ഘട്ടത്തിൽ ഇവരുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു വലിയ നെറ്റ്വർക്കാണ്, അഴിമതിയുടെ കൊള്ള നെറ്റ്വർക്കാണ്. അതങ്ങനെ എത്തുമ്പോൾ ED പരിശോധിക്കാൻ എത്തിക്കഴിഞ്ഞാൽ സാധാരണ ഇന്നിപ്പം വലിയ ബാങ്ക് ആയിരിക്കില്ല, ഈ കണ്ണൂരൊക്കെയുള്ള ഇടത്തരം ചെറിയ സഹകരണ ബാങ്കുകളുണ്ട്, അവിടെ നിന്നൊക്കെ വ്യാപകമായ തോതിൽ ഇവർ പൈസ അടിച്ച് മാറ്റിക്കാണ്. അതായത് പിണറായി വിജയനൊക്കെ കിട്ടിയ കൈക്കൂലികളൊക്കെ ഈ സഹകരണ ബാങ്കിൽ കൂടെ ആയിരിക്കും വെളുപ്പിച്ച് കൊണ്ടുപോയിരിക്കുന്നത്. അങ്ങനെ കൂടായികയില്ല. കാരണം നമുക്കറിയാം ഈ സഹകരണ ബാങ്കുകൾ എന്ന് പറയുന്നതിന് യാതൊരു രേഖയില്ല, ഇതിനകത്ത് പരിശോധനയില്ല. ഇത് എന്താണ്, വകുപ്പുകളല്ല ഇവരുടെ കയ്യിലാണ്. അതെ, വകുപ്പുകളല്ല ഇവരുടെ കയ്യിലാണ്. പിന്നെ അതിൻ്റെ പേപ്പറുകൾ ഇപ്പം എന്താ ജോയിൻറ്റ് രജിസ്ട്രാർ, സഹകരണ സംഘം ജോയിൻറ്റ് രജിസ്ട്രാർ, പിന്നെ അതിൻ്റെ ജില്ലാ രജിസ്ട്രാർ, ഇവരെല്ലാം CPMൻ്റെ ആളിനെ. ഈ തിരുവനന്തപുരം ജില്ലയിൽ ഈ നെയ്ത്ത് മേഖലയുണ്ടല്ലോ, ഈ ആ ഭാഗങ്ങളിൽ അവിടെ ഇത്തരം സഹകരണ സംഘങ്ങളുടെ അയ്യരുകളിയാണ്. ഒരുപാട് സഹകരണ സംഘങ്ങളുണ്ടാക്കും ആളുകൾ. ഇതിൻ്റെ പിന്നിലുള്ള അഴിമതി പണ്ടൊരു ഉദ്യോഗസ്ഥൻ കണ്ടുപിടിച്ചു. സഹകരണ സംഘം ജോയിൻറ്റ് രജിസ്ട്രാർ എന്തായത് ഒരു വിശ്വംഭരൻ എന്നോ മറ്റാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം അഴിമതി കണ്ടുപിടിച്ചു. അതിന് അദ്ദേഹത്തിന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഇവർ ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഈ ആളുകൾ. അത് എല്ലാ രാഷ്ട്രീയക്കാർക്കും ഉണ്ട്. ഇക്കാര്യം വരുമ്പോൾ ഈ സഹകരണ മേഖലയിലെ കൊള്ളയുടെ കാര്യം വരുമ്പോൾ ഇവരെല്ലാവരും ഒറ്റക്കെട്ടാണ്. വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം ജില്ലാ സഹകരണ ബാങ്കിൽ ഒരുപാട് വർഷം മുമ്പ് നടന്ന ഒരു നിയമനവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു അന്ന്. അതുപോലെ പല പ്രാദേശിക തലങ്ങളിലും ഒക്കെ തന്നെ സഹകരണ സംഘങ്ങളിൽ നടന്ന നിയമനങ്ങൾ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതെല്ലാം തന്നെ ഇവർ ഈ പരസ്പര സഹായ സഹകരണ സംഘം എന്നുള്ള രീതിയിൽ പോകുന്നുണ്ട്. ഇതെല്ലാം ആര് ഭരിക്കാൻ വന്നാലും ഇവർ സേഫാണ്. ഇതിനകത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മിക്കവാറും ഈ ഏരിയ സെക്രട്ടറിമാരോ ലോക്കൽ സെക്രട്ടറിമാരോ അങ്ങനെയുള്ളവരെ ആയിരിക്കും ഇതിൻ്റെ സെക്രട്ടറി ആയിട്ട് വയ്ക്കും. സഹകരണ സംഘത്തിൻ്റെ സെക്രട്ടറി പ്ലസ് രാഷ്ട്രീയ സെക്രട്ടറി. അപ്പം നമ്മുടെ അവിടെ ഒരു ബാങ്കിൽ പഴകുളം എന്ന് പറഞ്ഞ അടൂരൊരു ബാങ്കുണ്ട്, പഴകുളം കിഴക്ക് എന്ന് പറഞ്ഞിട്ടൊരു ബാങ്ക്. ആ ബാങ്കിൽ വലിയ തട്ടിപ്പ്, അത് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന ബാങ്ക്. അത് CPM പിടിച്ചെടുത്ത് കഴിഞ്ഞ് അവിടെ അതിനെക്കാട്ടി വലിയ തട്ടിപ്പ് അവരങ്ങ് നടത്തി. അപ്പം അവിടെ എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ഈ പ്യൂണായിട്ടൊരാളുണ്ടായിരുന്നു. അപ്പം ഈ എല്ലാ ചുമതലയും പ്യൂണിനെ അങ്ങ് ഏൽപ്പിച്ചിരിക്കുക. ഇവൻ്റെ പരിപാടി എന്ന് പറയുമോ, ഇവൻ അകത്തോട്ട് കയറുക, കയ്യിലിരിക്കുക, പൈസ എടുത്തോണ്ട് പോവുക, നേരിട്ട് മോഷ്ടിച്ചോണ്ടങ്ങ് പോവാണ്. അപ്പോൾ അത് കൊണ്ടുപോയി പുള്ളി വസ്തു മേടിക്കുന്നു, കാറ് മേടിക്കുന്നു, ജീപ്പ് മേടിക്കുന്നു, ഒരു പരിശോധനയില്ല. ഒടുവിൽ ഓഡിറ്റും അതും ഇതുമൊക്കെ വന്നപ്പോൾ പൈസ കാണാനില്ല. എന്ത്? അപ്പോൾ അത് ഞാനീ പറഞ്ഞ രീതിയിലാണ്. ഒന്ന്, ഒരാളുടെ പേരിലുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റ്, അതിൽ പുള്ളി അങ്ങ് ലോൺ എടുക്കുക, പുള്ളി ഒപ്പൊക്കെ ഇട്ടിട്ട് പുള്ളി ലോൺ എടുത്തോണ്ട് പോവുക. ഈ തട്ടിപ്പ് നടത്തിയവരാരാന്നറിയോ? അവൻ BJP-ക്കാരൻ. അല്ല, അതാണ് പറഞ്ഞത്. ഈ വൃത്തികേടുകൾ പുറത്ത് വരാതിരിക്കാനുള്ള കാരണങ്ങളിലൊന്നും ഇവരെല്ലാവരും ഒറ്റക്കെട്ടാണ് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ. ഇംഗ്ലീഷ് ഒരു പ്രയോഗമുണ്ട്, ദേ സ്റ്റിക്ക് ബൈ ഈച്ച് ദ വില്ലൻസ് എന്ന്. ഈ വില്ലന്മാരെല്ലാം എപ്പോഴും ഒറ്റക്കെട്ടായിരിക്കും എന്ന് പറയും. അതിനാണ് സംഭവിച്ചിട്ടുള്ളത്. എന്താണെങ്കിലും CPM ഭയപ്പാടിലാണ്. കാരണം അവർക്കൊരു കാര്യം മനസ്സിലായി, പാർട്ടി തകർന്നു, പാർട്ടി സംവിധാനങ്ങൾ തകർന്നു. ഇനി വരുന്ന 10 വർഷത്തേക്ക് ഒരു കാരണവശാലും അധികാരത്തിൽ വരാൻ സാധിക്കില്ല. അതിനോടകം ഈ സഹകരണ ബാങ്കുകളൊക്കെ പടപടപടയെന്ന് പൊട്ടുകയും ഈ നേതാക്കന്മാരെല്ലാം അകത്തേക്ക് പോവുകയും ചെയ്താൽ അത് പാർട്ടിയെ അതിൽ കൂടുതൽ ബാധിക്കും. സഹകരണ സംഘങ്ങൾ ഒന്ന് കട്ട് ചെയ്തേക്കണേ. അതായത് ഈ വരുന്ന 10 വർഷം ഇവർക്ക് ഭരണം കിട്ടാൻ യാതൊരു നിർവാഹവുമില്ല. അതിനുശേഷം ഈ വരാൻ പോകുന്നത് ഇപ്പോൾ ഇതിനകത്തെ ക്രമക്കേടുകൾ കണ്ടുപിടിക്കും. ആ ക്രമക്കേടുകൾ കണ്ടുപിടിച്ചാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതൊരു വലിയ തിരിച്ചടിയാകും. ആ സാഹചര്യത്തിൽ പാർട്ടി സർക്കുലർ കൊടുത്തു, എന്ത് വില കൊടുത്തു ഇത് പിടിച്ചെടുക്കുക, ഒരുത്തനെ അങ്ങോട്ട് കയറ്റാതിരിക്കുക എന്നുള്ളതാണ്. പരമാവധി നമ്മൾ ആളുടെ അംഗത്വം എടുപ്പിക്കുക സഹകരണ സംഘങ്ങളിൽ, അങ്ങനെ നമ്മുടെ കയ്യിൽ തന്നെ എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ കോടികളുടെ ക്രമക്കേട് കണ്ടെത്തും. ഈ പൈസ എല്ലാം എങ്ങോട്ട് പോയെന്നുള്ള അന്വേഷണം വരും. ഏതൊക്കെ രീതിയിലുള്ള പൈസകൾ ഇവിടെ വെളുപ്പിച്ചിട്ടുണ്ടോ എന്ന അന്വേഷണം വരും. അതൊന്നും ഉണ്ടായിരിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്.